ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിപ്പോൾ പോണത് ഇടയ്ക്കിടയ്ക്കാണ്. പെരുന്നാൾക്ക് ഞാൻ ഡ്രസ്സ് എടുത്തില്ല. അപ്പോൾ പെരുന്നാൾ തലേന്നാണ് ഞാൻ പോയി ഡ്രസ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുക്കലൊക്കെ പെട്ടെന്നായിരുന്നു. നമുക്ക് ഒരു മോഡൽ കണ്ടു പോയതുകൊണ്ട് നമുക്ക് ആ കളക്ഷൻ വേഗം നോക്കി ഒന്ന് ട്രയൽ ചെയ്തിട്ട് വേഗം നമുക്ക് ഇഷ്ടപ്പെട്ട് എടുത്താണ് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ട് അവിടെ നിന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പലചരക്കും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ മുന്നിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ചെക്കൻ നമുക്ക് എടുത്തു തന്നു കേട്ടോ. പിന്നെ പോണ വഴിക്ക് ചിക്കൻ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എനിക്കുള്ള ചിക്കൻ തുറവുണ്ട്, വീട്ടിലത്തെ ഉമ്മാക്കും ഉപ്പാക്കൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് അവൾക്ക് 10 ചിക്കൻ കറി ആക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയിട്ട്, അതാണ് ഫ്രണ്ട്സിൻ്റെ വീട്. നമ്മളെ വീടിന് കുറച്ച് അപ്പുറത്താണ്. വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ 10 പണി തുടങ്ങി. കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ തുറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോത്തിന് അവിടെ ഫിത്രരി ഒരു ഉമ്മ ഇപ്പോൾ ഊര് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോത്തിന് ഉമ്മയും ഉമ്മാൻ്റെ ഫ്രണ്ടിനും പാടെ പണി അതായത് പണ്ടത്തെ മൈലാഞ്ചി അറിയും വളഞ്ഞൊരുക്കിയാണ്ട് അങ്ങനെ എന്തൊക്കെയോ പറയും, നമുക്ക് അത് അത്ര കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല, ഇളച്ചി അത് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇടുമ്പോൾ പൊള്ളണുണ്ട്. ഓരോ ആക്ഷൻ കാണുമ്പോൾ നമുക്ക് ചിരി വരും കേട്ടോ. എന്നിട്ട് പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ സാധാ അരച്ച മൈലാഞ്ചി അതിൻ്റെ മേലെ ഇടണമാണോ, അങ്ങനെ ഇടണം. ഇത് ഞാൻ ഇട്ടിട്ടാണ്ട് ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അരച്ച മൈലാഞ്ചി ഒന്നായിട്ട് കമത്തിയ മാതിരി നമുക്ക് തോന്നും. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജി വരും കേട്ടോ. കാരണം നമ്മളിത് കേട്ടിട്ടുള്ളൂ, നമ്മളിത് കണ്ടിട്ടില്ലല്ലോ. അപ്പം ഉമ്മാക്കും ഉമ്മാൻ്റെ ഫ്രണ്ടിനൊരു പൂതി ഇതൊന്നും ഉണ്ടാക്കി നോക്കാമെന്നില്ല. അപ്പോൾ ഇളച്ചി അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇട്ടു കേട്ടോ. അപ്പോൾ ഇളച്ചിൻ്റെ കുറച്ച് കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഊരിയപ്പോൾ സ്റ്റെയിനാണ് കേട്ടത്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഉമ്മ വെളിച്ചെണ്ണ തേച്ചാണ്ട് കഴുകി, ഓള് വെള്ളത്തിലും കഴുകി. അപ്പം ഉമ്മാൻ്റെ കൈമത്തെ എണ്ണ ഓളെ കൈമക്ക് തേച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തേച്ച് നല്ല കളർ കിട്ടുന്നതാണ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഓക്കേ.